Hello, my dear friends. Welcome to Read and Write Tuitions. Human Eye and Colorful World in the മൂന്നാമത്തെ സെഷനാണിത്. പ്രസത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ അതിന് ഏതൊക്കെ ഭാഗത്താണ് റിഫ്രാക്ഷൻ നടക്കുന്നത് എന്ന് അറിയണം. റിഫ്രാക്ഷൻ രണ്ട് സർഫസിലായിട്ടാണ് പ്രസത്തിൽ റിഫ്രാക്ഷൻ നടക്കുക. ഒരു ഈ വശത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് ലൈറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്ന മീഡിയത്തിലേക്കാണ് ലൈറ്റ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ എവിടെയാണ് റിഫ്രാക്ഷൻ നടക്കുക? ഇപ്പുറത്തെ സർഫസിലും റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് പോകുമ്പം അവിടെ ചേഞ്ച് ഇൻ പാത്ത് ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ രണ്ട് സ്ഥലത്ത്, രണ്ട് സർഫസിൽ നമുക്ക് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് പ്രിസത്തിന്റെ കേസിൽ. ഓക്കെ, ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സർഫസസ്, ഈ രണ്ട് സർഫസിന്റെ ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ദ പ്രിസം. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് സർഫസ് ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് പ്രിസം. അപ്പം റിഫ്രാക്ഷൻ നടക്കുന്ന ഈ രണ്ട് സർഫസിന്റെ ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം. ഓക്കെ, ഹിയർ ദ ഓപ്പോസിറ്റ് സർഫസസ് ആർ ഈക്വൽ സർഫസസ് ആൻഡ് ആർ ഓൾസോ പാരലൽ. ആൻഡ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻസിഡന്റ് റേ, ഈ വശത്തെ കൂടെ വരുന്ന ഇൻസിഡന്റ് റേന്, അതായത് ഐ എന്ന നോർമലിന്, അതായത് ഈ സർഫസിന് 90 ഡിഗ്രിക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നോർമൽ എന്ന് പറയുന്നത്. ആ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് I1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ റേ റിഫ്രാക്റ്റഡ് ആയി, നമുക്കറിയാം ഈ ലൈറ്റ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ പാത്ത് ചേഞ്ച് ചെയ്തു അല്ലെ, റിഫ്രാക്ഷൻ ആണ്. മീഡിയം ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുതലുള്ള ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയം ആയതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ക്ലോസർ ടു ദ നോർമൽ, അതായത് R1 എന്ന് പറയുന്നത് I1-നേക്കാളും കുറവാണ്. നോർമലുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഈ റേ ഇവിടെ ഈ സർഫസിൽ വരുമ്പോൾ വീണ്ടും അതിന് റിഫ്രാക്ഷൻ നടക്കുകയാണ്. സോ നമുക്കറിയാം I2 എന്ന് പറയുന്ന ഈ വാല്യൂ R2-നേക്കാളും കൂടുതലാണ്. കാരണം എന്താണ്? ഈ മീഡിയം റെയറർ മീഡിയം ആണ്, ഗ്ലാസിനേക്കാളും റെയറർ മീഡിയം ആണ് എയർ എന്ന് പറയുന്നത്. അപ്പൊ I2 ഇറ്റ് ഈസ് മൂവിങ് ഫാർ അവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. അപ്പൊ സർഫസിനെ നോർമൽ വരയ്ക്കാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഈ കേസിൽ ഇവിടുത്തെ നോർമൽ ഇതാണ്, ഇവിടുത്തെ നോർമൽ ഇതാണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും ആംഗിൾ ഓഫ് എമർജന്റ് റേ, അതായത് പുറത്തേക്ക് പോകുന്ന ഈ റേയുടെ പേരാണ് എമർജന്റ് റേ എന്ന് പറയുന്നത്. എമർജന്റ് റേക്കും ഇൻസിഡന്റ് റേക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത് കണ്ടോ, ഡെൽറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I1 + I2 - R1 + R2. R1 R2 ഏതാന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇതാണ് R1, ഇതാണ് R2, ഇത് ആണ് I1, ഇതാണ് I2. ഓക്കെ, അപ്പം ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് പ്രിസവും ഇത് രണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് ഡിസ്പേർഷൻ ത്രൂ എ പ്രിസം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പ്രിസം എന്ന് പറയുന്ന പഠിക്കുന്നത് തന്നെ ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനാണ്. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്? നമ്മൾ മഴവില്ല് കണ്ടിട്ടുണ്ടല്ലേ, റെയിൻബോയിൽ നിങ്ങൾക്ക് 7 കളേഴ്സ് കാണാം, 7 കളേഴ്സ് വിത്ത് ജിയോർ, violet, indigo, blue, green, yellow, orange and red. 7 colors are there. സോ ഇത് വരുന്നത് ആക്ച്വലി ഒരു വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് 7 കളേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദ ഫിനോമിനൺ ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ഇസ് കോൾഡ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഒരു വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവുന്ന ആ ഒരു ഫിനോമിനോൺ ഇസ് നോൺ ആസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ആൻഡ് ദാറ്റ് ബാൻഡ് ഓഫ് 7 കളേഴ്സ് ഇസ് കോൾഡ് സ്പെക്ട്രം. ആ 7 കളേഴ്സിന്റെ അരേ ഓഫ് 7 കളേഴ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പെക്ട്രം. ഓൾ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ഓഫ് ദ വൈറ്റ് ലൈറ്റ് ഹാവ് സെയിം വെലോസിറ്റി ഇൻ വാക്വം. But when it passes through a transparent medium like glass prism, their velocity changes. നമുക്കറിയാം വൈറ്റ് ലൈറ്റിന്റെ വെലോസിറ്റി സെയിം വെലോസിറ്റി ആണ് വാക്വത്തിൽ വരിക. പക്ഷെ ഏതെങ്കിലും ഒരു മീഡിയം ഒത്തിരി കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ തന്നെ ഗ്ലാസ് പ്രിസത്തിൽ കൂടെ അത് പാസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്ത് 7 കളേഴ്സിനും, ആക്ച്വലി അതിൻ്റെ അകത്ത് 7 കളേഴ്സ് ഉണ്ട്. 7 കളേഴ്സിനും 7 വേവ് ലെങ്ത് ആണ്. 7 വേവ് ലെങ്ത് ഉള്ള 7 കളേഴ്സും 7 രീതിയിൽ അതിന് റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ദെയർ വെലോസിറ്റി ചേഞ്ചസ്. At the first phase of the prism, different colors are deviated by different angles.
violet having the minimum speed get deviated by maximum angle. അതായത് വയലറ്റിന്, അതായത് വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് വയലറ്റിനാണ്, അല്ലെങ്കിൽ സ്പീഡ് വെലോസിറ്റി ഏറ്റവും കുറഞ്ഞത് വയലറ്റിനാണ്. വെലോസിറ്റിയും വേവ് ലെങ്തും ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ്. അതിലും കൂടുതലായിരിക്കും വയലറ്റ് ഇൻഡിഗോയ്ക്ക് വരിക. അതിലും കൂടുതലായിരിക്കും വിബ്ജിയോ അല്ലെ, ബ്ലൂവിന് വരിക. അപ്പൊ ഓരോ കളേഴ്സ് താഴേക്ക് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഏറ്റവും കൂടുതൽ വെലോസിറ്റിയും വേവ് ലെങ്ത് ഏതിനായിരിക്കും? റെഡിനാണ്. ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും മിനിമം വെലോസിറ്റിയും വേവ് ലെങ്തും ആണ് വയലറ്റിന്. മാക്സിമം വെലോസിറ്റി വേവ് ലെങ്ത് ആർക്കാണ്? റെഡിനാണ്. ഓക്കെ, അപ്പം ഏറ്റവും മാക്സിമം വെലോസിറ്റി ഉള്ള ആൾക്ക് ഏറ്റവും കുറവ് ഡീവിയേഷൻ ആണ് വരിക റിഫ്രാക്ഷൻ നടക്കുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇൻസിഡന്റ് റേ ആണ്. ഇൻസിഡന്റ് റേ നമ്മളിവിടെ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാണല്ലോ നോർമൽ, 90 ഡിഗ്രി. ഈ സർഫസുമായിട്ട് 90 ഡിഗ്രിക്ക് വരയ്ക്കുന്ന ഈ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കുറച്ച്, അതായത് ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? വയലറ്റ് ആണ്. അതിലും കുറവാണ് ആര്? നമുക്ക് മനസ്സിലാവും, ബ്ലൂ. ഓക്കെ, ഇൻസിഡന്റ് റേയുടെ ആംഗിളുമായിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട്. ഏറ്റവും കുറച്ച് ഡീവിയേഷൻ വന്നിരിക്കുന്ന ആർക്കാണ്? റെഡിനാണ് അല്ലെ. ഏറ്റവും കുറച്ച് ഡീവിയേഷൻ, അതായത് ഇൻസിഡന്റ് റേയിൽ നിന്നും ഏറ്റവും കുറവ് ഡീവിയേഷൻ, ഏറ്റവും കുറച്ച് വളഞ്ഞിരിക്കുന്നത് റെഡ് ആണ്. ഏറ്റവും കൂടുതൽ വളഞ്ഞിരിക്കുന്നത്, ബെൻഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? വയലറ്റ് ആണ്. അത് ബെൻഡിങ്ങിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഏറ്റവും കുറവ് ഡീവിയേഷൻ വരിക റെഡിനായിരിക്കും. അപ്പൊ 7 കളേഴ്സും ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ആയി, അതിനുശേഷം വീണ്ടും ഈ മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആംഗിൾ കുറച്ചും കൂടെ വലിയ അരേ ഓഫ് സ്പെക്ട്രം ആവുന്നുണ്ട് അല്ലേ. അതിന്റെ ഗ്യാപ്പ് കുറച്ചും കൂടെ കൂടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ വലിയ സ്പെക്ട്രം ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരുമ്പം വൈറ്റ് ലൈറ്റ് സ്പെക്ട്രം നമുക്ക് കാണാം. 7 കളേഴ്സ് ഉള്ള സ്പെക്ട്രം നമുക്ക് കാണാം. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് വയലറ്റിന് കൂടുതൽ ഡീവിയേഷൻ വരുന്നത്? എന്തുകൊണ്ടാണ്? അതിന്റെ വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഏറ്റവും കുറവായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് റെഡിന് ഏറ്റവും കുറവ് ഡീവിയേഷൻ വരുന്നത്? എന്തുകൊണ്ടാണ്? അതിന്റെ വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഏറ്റവും കൂടുതലായതുകൊണ്ടാണ്. ഇനി Newton found that when an inverted prism is placed in the path of a dispersed light, then after passing through the prism, they combine to form a white light. അപ്പം ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അതായത് ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയ പോലെ റെഡും വയലറ്റ് വരെയുള്ള കളേഴ്സ് നമുക്ക് കിട്ടുകയാണ്. പിന്നെ അതിന്റെ അടുത്ത് തന്നെയായിട്ട് വേറൊരു പ്രിസം ഇൻവേർട്ടഡ് ആയിട്ട് ഈ തല തിരിച്ച് വെച്ചേക്കുവാണ്. അപ്പൊ ഈ ലൈറ്റ് ഇതിന്റെ നോർമലി കൂടെ പാസ് ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ നടന്ന് എന്താ സംഭവിക്കുന്നത്? എല്ലാ റേസും ഒരുമിച്ച് ചേരുകയാണ്. ഓക്കെ, അപ്പൊ ഒരുമിച്ച് ചേരുന്ന വൈറ്റ് ലൈറ്റ് ആണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുകയാണ്. 7 കളേഴ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടുമെന്ന് ഒരു ഇൻവേർട്ടഡ് പ്രിസത്തിന്റെ അറേഞ്ച്മെന്റിൽ കൂടെ സർ ഐസക് ന്യൂട്ടൺ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, കൺക്ലൂഡ് ചെയ്തു. ഇത് തന്നെ ഐസക് ന്യൂട്ടൺസ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 7 കളേഴ്സ് ഉള്ള 7 വിബ്ജിയോറിൽ 7 കളേഴ്സ് നമ്മൾ ഒരു ഡിസ്ക് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുവാണ്. വെറും സ്പീഡിലല്ല, ഇത് 7 കളേഴ്സ് 1 2 2 3 4 5 6 7 ഓക്കെ 7 ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ ഇതിലേക്ക് കൊടുക്കും. അതിനുശേഷം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ കണ്ണിന്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 1/16 സെക്കൻഡ് ആണ്. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു കാര്യം കണ്ട് നമ്മുടെ മെമ്മറിയിലേക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ എടുക്കുന്ന സമയം.
നമ്മളൊരു സാധനം കണ്ട് അത് ഞാൻ കണ്ടു എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരു സമയം, അതായത് 1/16 സെക്കൻഡ് സമയത്തിനെങ്കിലും നമ്മളത് കണ്ടിരിക്കണം, എങ്കിലാണ് നമുക്കത് കണ്ടു എന്നുള്ളൊരു ബ്രെയിനിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ചെല്ലത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 0.0625 സെക്കൻഡ് ആണ് ഇതിന്റെ ആൻസർ വരിക ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ. ഇതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1/16 സെക്കൻഡിനുള്ളിൽ ഈ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് 1/16 സെക്കൻഡിനുള്ളിൽ 7 കളേഴ്സും ഒരുമിച്ച് കാണുകയാണ്. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മുടെ കണ്ണിന് ഫീൽ ചെയ്യുന്ന, നമ്മുടെ ഐ ഫീൽ ചെയ്യുന്ന, ഒരു ബ്രെയിനിന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? 7 കളേഴ്സും മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷൻ. അതെന്താണ്? വൈറ്റ് ലൈറ്റ് ആണ് അല്ലെ? അപ്പൊ ആ വൈറ്റ് ലൈറ്റ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്ന ലാസ്റ്റ് കളർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 7 കളേഴ്സ് സ്പീഡിൽ 1/16 സെക്കൻഡ് ടൈം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ എ വൈറ്റ് ലൈറ്റ് ദർ. ക്ലിയർ ആണല്ലോ? അടുത്തത് റെയിൻബോയുടെ കോൺസെപ്റ്റ് ആണ്. റെയിൻബോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്പെക്ട്രം ഓഫ് ലൈറ്റ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ഫോംഡ്, നമ്മുടെ ആകാശത്ത് മനോഹരമായിട്ട് മഴ പെയ്ത് കഴിയുമ്പോഴൊക്കെ നമുക്ക് നല്ല മഴവില്ല് കാണാം അല്ലെ? ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ ഡിസ്പേർഷൻ ഓഫ് സൺലൈറ്റ് ബൈ ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും അല്ലെ? മഴ പെയ്ത് കഴിയുമ്പോൾ ആ ഡ്രോപ്ലെറ്റ്സിൽ തട്ടിയിട്ട് എന്ത് സംഭവിക്കും അവിടെ? അവിടെ ഈ പറഞ്ഞ പോലെ ഡിസ്പേർഷൻ നടക്കുകയാണ്. ഡിസ്പേർഷൻ ഏതിനാണ് ഡിസ്പേർഷൻ നടക്കുന്നത്? വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്. The water droplets is act as a small prism. They refract and disperse the incident sunlight and then reflect it internally and finally refract it again when it comes out of the raindrop. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് നോക്കിക്കേ, സൺലൈറ്റ് വരികയാണ്, ആദ്യം ഇവിടെ എന്ത് റിഫ്രാക്ഷൻ നടക്കും, അതോടൊപ്പം തന്നെ ഡിസ്പേർഷനും നടക്കും. അതിനുശേഷം ഇവിടെ ആദ്യം വന്നിരിക്കുന്ന ഏതായിരിക്കും? ഡെഫിനറ്റ്ലി റെഡ് ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വരുന്ന വയലറ്റിനായിരിക്കും. റെഡ് പുറത്തേക്ക് വരികയാണ്, വയലറ്റ് അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇത് റിഫ്ലക്ട് ചെയ്ത് റെഡ് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് നടക്കുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ ഇൻസൈഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അഗെയിൻ ദർ ഇസ് റിഫ്രാക്ഷൻ. പുറത്ത് ഈ പോയിന്റിൽ വരുമ്പോൾ വീണ്ടും എന്താണ് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുകയാണ്. സോ റെയറർ മീഡിയത്തിലേക്ക് ആയതുകൊണ്ട് ഈ ഗ്യാപ്പ് കൂടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് വി ക്യാൻ സീ we can see a person in the ground can see a beautiful rainbow in the sky. Okay, if the sun is near the horizon, the size of the rainbow is larger, and if we are in the aeroplane, then we can see its shape as a circle. Okay, due to the dispersion of light and internal reflection, different colors reach the observer's eye. Red color appears on the top and violet colors at the bottom of the rainbow. A rainbow is always formed in the opposite direction to the sun. It's always sun in the opposite direction lightaണ് എപ്പോഴും റെയിൻബോ ഫോം ചെയ്യുന്നത്. അപ്പം ഈ പടം വരയ്ക്കാനും ഈ ഓരോ പോയിന്റിലും എന്തൊക്കെയാണ്? എയിൽ എന്താണ്? റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ, ബിയില് ഇന്റേണൽ റിഫ്ലക്ഷൻ, സിയില് റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു കറക്റ്റ് ആയിട്ട് എഴുതാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. The refraction of light caused by Earth's atmosphere is called atmospheric refraction. അതായത് നമുക്ക് നമ്മുടെ എർത്തിന്റെ ലെയേഴ്സിന് ഡിഫറെന്റ് മീഡിയംസ്, അതായത് ഒരു റേ അറ്റ്മോസ്ഫിയറിൽ കൂടെ താഴേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ എർത്തിനോട് നിയറർ ആയിട്ടുള്ള ആ റീജിയനിൽ പല ലെയേഴ്സ് ആയിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിനെ തിരിക്കാം, അന്തരീക്ഷത്തിന് തിരിക്കാം. എർത്തിനോട് ചേർന്നിട്ടുള്ള ലെയേഴ്സ് കുറച്ചും കൂടെ ഒപ്റ്റിക് ഡെൻസിറ്റി കൂടിയതായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും ഒപ്റ്റിക് ഡെൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പം മുകളിലേക്ക് പോകുന്തോറും ഒപ്റ്റിക് ഡെൻസിറ്റി കുറഞ്ഞു വരും. അതായത് താഴേക്ക് വരുന്തോറും ഒപ്റ്റിക് ഡെൻസിറ്റി കൂടി വരും എന്നും നമുക്ക് പറയാം. അപ്പൊ താഴേക്ക് വരുന്തോറും ഒപ്റ്റിക് ഡെൻസിറ്റി കൂടി വരും. അപ്പൊ ഒരു റേ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണെന്ന് വിചാരിക്കും, സണ്ണിൽ നിന്ന് വരുന്ന ഒരു റേ ഇവിടെ വരുമ്പം ഈ നോർമലിലേക്ക് എന്ത് ചെയ്യത്? ബെൻഡ് ചെയ്യും. കാരണം ഒപ്റ്റിക് ഡെൻസിറ്റി കൂടിയ മീഡിയമാണ് തൊട്ട് താഴെയുള്ളത്, അതിലും കൂടിയ മീഡിയമാണ് അതിലും താഴെയുള്ളത്, അതിലും കൂടിയ മീഡിയമാണ് അതിലും താഴെയുള്ളത്. അങ്ങനെ ഈ റേക്ക് എന്ത് സംഭവിച്ചു? റേ നോർമലിനോട് അടുത്ത് വന്നപ്പോൾ അത് വളഞ്ഞു വന്ന കണ്ടോ? ഇതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
മനസ്സിലായല്ലോ? The refraction of light caused by the Earth's atmosphere having air layers of varying optical densities. പല ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഉള്ള എയർ ലെയേഴ്സ് കാരണം ലൈറ്റിന് എന്ത് സംഭവിക്കുകയാണ്? റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. നമുക്ക് സ്റ്റാറിന്റെ പൊസിഷൻ, അപ്പിയറൻസ് ഓഫ് സ്റ്റാർ പൊസിഷൻ, ഇപ്പൊ സ്റ്റാർ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ഈ റിഫ്രാക്ഷൻ കാരണം നമുക്ക് ഈ റേ, സ്റ്റാറിൽ നിന്നും വരുന്ന ഒരു പ്രകാശരശ്മി അഥവാ റേ നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴേക്കും അത് വളഞ്ഞാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. സോ വി ഫീൽ ദാറ്റ് ദ സ്റ്റാർ ഈസ് ഹിയർ. ഓക്കെ, ശരിക്കും സ്റ്റാർ ഈ പൊസിഷനിലാണ്, പക്ഷെ ഇത് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം അത് വളഞ്ഞിവിടെ എത്തിയത് കൊണ്ട് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? സ്റ്റാർ വേറൊരു പൊസിഷനിലാണ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള പൊസിഷനിലേക്കാളും ഹൈറ്റ് കൂടിയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. It is due to atmospheric refraction. The temperature and density of different layers of atmosphere keeps varying. Hence, we have different medium. Distant star act as a point source of light. When the star light enters the Earth's atmosphere, it undergoes refraction continuously due to changing refractive index. അതായത് ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. Due to this, the apparent position of the star is different from the actual position. The star appears higher than its actual position. And the actual position-േക്കാളും higher position-ലായിരിക്കും അതിന്റെ apparent position എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ വരച്ച് കാണിച്ചത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ. അതായത് ഈ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കാരണം തന്നെയാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ ഉണ്ടാവുന്നത്. നമുക്ക് നോക്കുമ്പോൾ സ്റ്റാർ മിന്നിക്കൊണ്ടിരിക്കുന്ന പോലെ, ട്വിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ബീം ഓഫ് സ്റ്റാർ ലൈറ്റ് ദാറ്റ് കീപ്സ് ഡീവിയേറ്റിംഗ് ഫ്രം ഇറ്റ്സ് പാത്ത്, ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റാർ കീപ്സ് ചേഞ്ചിങ്. അതായത് സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പല ഭാഗത്തു നിന്നാണ് വരുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിലെ മീഡിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ഒരു റേ വന്ന പാത്തിൽ കൂടെ ആയിരിക്കണമെന്നില്ല രണ്ടാമത്തെ റേ വരുന്ന പാത്ത്, മൂന്നാമത്തെ റേ വരുന്ന വേറെ പാത്തിൽ കൂടെ ആയിരിക്കും. അപ്പൊ പല പാത്തിൽ കൂടെ വരുന്ന റേ നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ, അതായത് ഒരേ ഒബ്ജക്റ്റിൽ നിന്നും പല വഴികളിൽ കൂടെ വരുന്ന പ്രകാശരശ്മി, അതിൽ തട്ടിയിട്ട് വരുന്ന പ്രകാശരശ്മി നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴേക്കും the amount of light entering into the eye is different. മനസ്സിലായോ? അപ്പൊ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം വരുന്ന ലൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന് ഫീൽ ചെയ്യുന്നത് there is a twinkling for the star. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? The amount of light that enters our eye is fluctuating. Sometimes bright and sometimes it is dim. ചിലപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, കൂടുതൽ ലൈറ്റ് വന്നാൽ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ച് ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ ഡിം ആയിട്ട് ഫീൽ ചെയ്യും. വൈ പ്ലാനറ്റ്സ് ഡു നോട്ട് ട്വിങ്കിൾ? പ്ലാനറ്റ്സ് എന്താണ് ട്വിങ്കിൾ ചെയ്ത് തോന്നാത്തത്? കാരണം it is a collection of large number of point size source of light. കുറച്ചും കൂടെ സ്റ്റാറിനെ വെച്ച് നോക്കുമ്പോൾ വലിയ സൈസാണ് പ്ലാനറ്റിന്. പല സ്ഥലത്ത് ഇതിൽ ടോർച്ച് വെച്ച പോലെ എഫക്റ്റ് ആണ്. അപ്പൊ ഒത്തിരി സ്ഥലത്ത് നിന്ന് ടോർച്ച്, ഒത്തിരി മറ്റേതൊരു പോയിന്റ് സൈസ്ഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഒരു ടോർച്ചേ ഉള്ളൂ. ഇത് പ്ലാനറ്റ്സിന് ഒത്തിരി സ്ഥലത്ത് ടോർച്ച് ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ടോർച്ചിൽ നിന്നും കൂടെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴേക്കും ഒരു ആവറേജ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ അത് ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന പോലെ നമുക്ക്, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റ് കമ്മിങ് ഇൻ ടു അവർ ഐസ് ഇസ് ഓൾമോസ്റ്റ് സെയിം, എപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കും. കാരണം എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ആവറേജ് എഫക്റ്റ് നോക്കുമ്പോൾ അത് നമുക്ക് എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഇൻ ടു അവർ ഐ ഇസ് ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, അതുകൊണ്ടാണ് അത് ടിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാത്തത്. അഡ്വാൻസ്ഡ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്. അതായത് ദ സൺറൈസ് ഹാപ്പൻസ് വെൻ ഇറ്റ്സ് ബിലോ ദ ഹൊറൈസൺ ഇൻ ദ മോർണിംഗ്. The rays of the light from the sun below the horizon reach our eyes because of the refraction of light. അതായത് ഹൊറൈസണിന് താഴെയാണ് സൺറൈസില്, ഹൊറൈസണിന് താഴെയാണ് സണ്ണ്. പക്ഷെ നമുക്ക് സണ്ണിന്റെ പൊസിഷൻ ആ സമയത്ത് എവിടെയായിട്ട് തോന്നും?
ഇവിടെയായിട്ട് തോന്നും. ഓക്കെ, ഇതാണ് ഹൊറൈസൺ. സൺ ഹൊറൈസണിന് താഴെയാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സൺ ഇവിടെയായിട്ട് തോന്നും. കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് വളഞ്ഞാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പൊ നമുക്ക് തോന്നും എവിടെയാണെന്ന്, സൺ ഇവിടെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആക്ച്വലി സണ്ണ് ഹൊറൈസണിൽ താഴെയാണ്. അപ്പം 2 മിനിറ്റ് സൺ ആക്ച്വൽ ഹൊറൈസണിൽ എത്തുന്നതിനും 2 മിനിറ്റ് മുമ്പ് തന്നെ സൺറൈസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം the rays of the light from the sun below the horizon reach our eyes because of the refraction of light. Similarly, the sun can be seen about few minutes after the actual sunset. Thus, the duration of daytime will increase by 4 minutes. This is due to atmospheric refraction. Because of this, sun is visible with about 2 minutes earlier than actual sunrise and 2 minutes after the actual sunset. അപ്പം സൺസെറ്റിന്റെ സമയത്ത് ഇതുപോലെ തന്നെ ശരിക്കും സൺ സെറ്റ് ആയതിനു ശേഷവും നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് രാവിലെയും വൈകിട്ടും 2 മിനിറ്റ് കൂടുതൽ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം 4 മിനിറ്റ്സ് ഓരോ ദിവസവും നമുക്ക് സണ്ണിനെ എക്സ്ട്രാ കാണാൻ പറ്റുന്നുണ്ട്. സൺ റൈസ് ആയതിനു മുമ്പും സൺ സെറ്റ് ചെയ്തതിന് ശേഷവും. മനസ്സിലായല്ലോ? എന്തുവാണ് ഇതിന്റെ കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. നെക്സ്റ്റ് സ്കാറ്ററിംഗ് ആണ്. When a beam of light passes through a medium, a part of it appears in the direction other than the incident direction. അതായത് ഒരു റേ ഇവിടെ വന്ന് പതിക്കുകയാണ്. അപ്പൊ ഒരു പാർട്ടിക്കിളിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് അതിന്റെ കുറച്ച് ഭാഗം അത് അതിൽ കൂടെ കടത്തിവിടും. ബാക്കി കുറച്ച് ഭാഗം എന്താകും? കണ്ടോ, പല ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിപ്പെടും. അപ്പൊ പല ഡയറക്ഷനിലേക്ക് ഈ റേ സ്കാറ്റേർഡ് ആവുന്നുണ്ട്. ഓക്കെ, other than the incident direction. That phenomenon is known as scattering of light. When a beam of light passes through a medium, a part of it appears in the direction other than the incident direction. This phenomenon is called scattering of light. The particle of medium should be comparable in size to the wavelength of light. അതായത് ഈ ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് പാർട്ടിക്കിളിന്റെ സൈസ് ഏകദേശം ഈക്വൽ ആണെങ്കിൽ scattering effect high ആയിരിക്കും. When the light ray passes through the medium, they strike the particles. Some of the ray get absorbed and some of get scattered in all directions. അപ്പോൾ കുറച്ച് അബ്സോർബ് ചെയ്യപ്പെടും, ബാക്കി കുറച്ച് സ്കാറ്റർ ചെയ്യപ്പെടും. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്തൊക്കെയാണ്? സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ പാർട്ടിക്കിളിന്റെ സൈസ് വലുതാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്കാറ്ററിംഗിന്റെ എഫക്റ്റും ലാർജർ ആയിരിക്കും. ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് is affected by the size of the particle or molecule by which the light is scattering and the wavelength of the light wave which is to be scattered. The light wave, അതായത് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ്, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് വരിക. വേവ് ലെങ്തും വെലോസിറ്റിയും കുറവാണ് ആർക്ക്? വേവ് ലെങ്തും വെലോസിറ്റിയും കുറവാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ആ പറയുന്ന 3 ഐറ്റത്തിന് അല്ലെ. റെഡിനാണ് വേവ് ലെങ്തും വെലോസിറ്റിയും ഏറ്റവും കൂടുതൽ വരിക. അപ്പം വേവ് ലെങ്തും വെലോസിറ്റിയും കുറഞ്ഞ അതിന് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് അനുഭവപ്പെടും. സ്കാറ്ററിംഗ് ഏറ്റവും കൂടുതൽ വരുന്നത് ബ്ലൂ ഷെയ്ഡ്സിനാണ്. The light wave which have less wavelength or more frequency will scatters more. For example, വെലോസിറ്റി ആണ് കുറവ്, പക്ഷെ ഫ്രീക്വൻസി കൂടുതലാണ് കേട്ടോ. വെലോസിറ്റി കുറവുള്ളതിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കുറവായിരിക്കും. For example, blue light has a lesser wavelength, so it scatters more. On the other hand, if the light waves has more wavelength or lesser frequency, will scatter less. For example, red light has more wavelength, so it scatters less. അപ്പൊ റെഡ് ആണ് ഏറ്റവും കുറവ് സ്കാറ്ററിംഗ് അനുഭവപ്പെടുന്നത്, ബ്ലൂവിനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലൂ അപ്പിയേഴ്സ്, നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ അപ്പിയർ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഈ ഗ്യാസ് മോളിക്യൂൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ വന്ന് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് നടക്കുന്നത് ബ്ലൂ കളറിനാണ്. അതുകൊണ്ടാണ് ഡ്യൂറിംഗ് ഡേ ടൈം ദ സൺ റേസ് മേക്ക് നിയർ നോർമൽ ഇൻസിഡൻസ് ഓൺ എർത്ത് സർഫസ്. ആൻഡ് അക്കോർഡിംഗ് ടു റിലേസ് ലോ ഓഫ് സ്കാറ്ററിംഗ്, we know that shorter wavelength scatter more than any other wavelength. Blue has very less wavelength and hence it is scattered more. This is the reason the sky appears blue. ഓക്കെ, അപ്പൊ ബ്ലൂവിനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് നടക്കുന്നത്, അതുകൊണ്ടാണ് ബ്ലൂ കളറിൽ അപ്പിയർ ചെയ്യുന്നത്.
ക്ലിയർ ആണല്ലോ. ദ ഫിനോമിനോൺ ബൈ വിച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾ സ്കാറ്റേഴ്സ് ലൈറ്റ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്ട്. അപ്പം നമുക്ക് രാവിലെ ഒക്കെ ആകുമ്പോൾ മരത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റേസ് ബീംസ് വരുന്ന കാണാം അല്ലെ. അത് എന്തുകൊണ്ടാണ്? രാവിലെ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് നല്ല വലിയ സൈസുള്ള പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് ബീംസ് സ്കാറ്റേർഡ് ആവും. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ആ സ്പെക്ട്രം മൊത്തം നമുക്ക് വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ആ ഭാഗത്തുള്ള ഏരിയ കംപ്ലീറ്റ്ലി വിസിബിൾ ആകുന്നുണ്ട്. ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം പാർട്ടിക്കിൾസ്, ലാർജ് പാർട്ടിക്കിൾസിൽ തട്ടി ബീം വിസിബിൾ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. റെഡ് അപ്പിയറൻസ് ഓഫ് സൺ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. നമുക്കറിയാം സൺറൈസിലും സൺസെറ്റിലും അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും നമുക്ക് ആകാശം റെഡ് കളറിലാണ് അപ്പിയർ ചെയ്യുന്നത്. കാരണം എന്താണ്? ആ സൺറൈസിന്റെയും സൺസെറ്റിന്റെയും സമയത്താണ് സൺ റേസിന് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്ത് ഒരാളുടെ അടുത്ത് എത്തേണ്ടി വരിക അല്ലെ. ഇവിടെ നിൽക്കുന്ന ഒരാളുടെ കണ്ണിലേക്ക് പ്രകാശരശ്മികൾ എത്തണമെങ്കിൽ ഏറ്റവും ലോങ് പാത്തിൽ അത് ട്രാവൽ ചെയ്യണം. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് അനുഭവപ്പെടുന്ന ബ്ലൂ റേസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റേസും എല്ലാം ലോസ്റ്റ് ആയിട്ടുണ്ടാവും. ഫൈനലി നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന രശ്മി ഏതായിരിക്കും? റെഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് റെഡ് കളറിൽ അപ്പിയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഉച്ച സമയം ഏറ്റവും ഷോർട്ടർ പാത്താണ്, അപ്പൊ വൈറ്റ് ലൈറ്റ് നമുക്ക് കാണാം. പക്ഷെ രാത്രിയിലും രാവിലെയും നമുക്ക് ഏറ്റവും ലോങ്ങർ ഡിസ്റ്റൻസിലാണ് ലൈറ്റ് റേസ് വരുന്നത്. അപ്പൊ ഏറ്റവും ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് സ്കാറ്ററിംഗിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് ഏത് റേ ആണ്? റെഡ് ആണ്. ഓക്കെ. The sun rays have to travel a longer path in the atmosphere. During this path, most of the light which has shorter wavelength get scattered and doesn't get a chance to reach us. But the light which has longer wavelength gets scattered less and hence reaches us. This is the reason behind the appearance of the sun as red during sunrise and sunset. Okay. ഡേഞ്ചർ സിഗ്നൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്ന റെഡ് കളേഴ്സ് ആണ്. കാരണം എന്താണ്? ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് റിഫ്രാക്ഷൻ, അതിന്റെ സ്കാറ്ററിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കണ്ണിലേക്ക് എന്തായാലും എത്തിക്കോളും. ബാക്കിയെല്ലാം സ്കാറ്റേർഡ് ആയി പോകും. സ്കൈ അപ്പോസ് ഡാർക്ക് ടു അസ്ട്രോണട്സ് ഇൻ സ്പേസ്. സ്പേസിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ ഇല്ല അല്ലെ. അറ്റ്മോസ്ഫിയറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. പാർട്ടിക്കിൾസിൽ സ്കാറ്റർ ചെയ്താലാണ് നമുക്ക് വിസിബിലിറ്റി കിട്ടുള്ളൂ, ലൈറ്റ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. അസ്ട്രോണട്സ് സ്പേസ് നമുക്ക് ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അവിടുത്തെ സ്കൈ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവിടെ പാർട്ടിക്കിൾസ് ഇല്ല ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനായിട്ട്. How is the path of light entering from a small opening in a room visible? When the sunlight enters the room from opening, it gets scattered through the air particles. Due to the scattering of the light, the dust particles suspended in the path shine and path is visible. കണ്ടിട്ടുണ്ടല്ലോ. Explain the whitish color of clouds. ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പൊ എല്ലാ പാർട്ടിക്കിൾസും എല്ലാ വേവ് ലെങ്തിലുള്ള റേസിനും സ്കാറ്ററിങ് നടന്ന് എല്ലാ വേവ് ലെങ്തിലുള്ള ലൈറ്റും കൂടെ ഒരുമിച്ച് കൂടിച്ചേരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് തിരിച്ച് വൈറ്റ് ലൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ക്ലൗഡ്സ് വൈറ്റ് ലൈറ്റിൽ അപ്പിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാ പാർട്ടിക്കിൾസ് ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസിൽ വന്ന് റേസ് വന്ന് തട്ടുമ്പോൾ എല്ലാ കളേഴ്സിനും സ്കാറ്ററിങ് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കളേഴ്സും വീണ്ടും ജോയിൻ ചെയ്ത് വൈറ്റ് കളർ ആവുകയാണ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിസത്തിന്റെ കേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ട്രൂത്ത് കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായി പഠിക്കുക, വരയ്ക്കേണ്ടത് വരച്ച് നോക്കുക. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.